നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ നെന്മാറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് നെന്മാറയിലാണ്, പാലക്കാടത്തെ നെന്മാറ. ഇത് വന്നിട്ട് ബസ് റൂട്ടാണ്. ഇവിടെ പാലക്കാട് നെന്മാറ അവട്ടീസ് ഹോസ്പിറ്റൽ അവിടെ നിന്ന് ആകപ്പാട് ഒരു 250 മീറ്റർ വന്ന വഴിക്ക് നമ്മുടെ വീടെത്തും. ഇതൊന്ന് ബസ് റൂട്ടാണ്. ഈ റൂട്ടിൽ കൂടെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളത്തൂർ പോണ റൂട്ടാണ് ഈ റൂട്ട്. ഇവിടെ ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ് ഈ വീട്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ് ഗേറ്റ് വരുന്നത്. നമ്മുടെ ഈ വീട്ടിൽ കയറിയ വഴിക്ക് ധാരാളം ഫ്രണ്ടേജ് ധാരാളം ഉണ്ട്. ഒരു 4-5 വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ തന്നെ 2 വണ്ടി അല്ലെങ്കിൽ 3 വണ്ടി നമുക്കൊന്ന് നിർത്താൻ പറ്റും. അതേപോലെ ഈ ഭാഗത്ത് ഇത്രയും സ്ഥല സൗകര്യമുണ്ട്. ഇവിടെയും 2 വണ്ടി ഒന്ന് കയറ്റി നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. മൊത്തം വന്നിട്ട് 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് ഈ വീട്. അതുകൂടാതെ ഈ ഭാഗത്തിന് ഫ്രണ്ടേജ് ചെറിയ രീതിക്കുള്ള നല്ല ഗാർഡനിങ് കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഇതിലുണ്ട്. അതേപോലെ ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള ഒരു തെങ്ങ് കാര്യങ്ങളും എല്ലതും ഉള്ള ഒരു വീടാണ് ഈ വീട്. വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് പടിഞ്ഞാറ് ഫേസാണ്. ഈ വീട്ടിൽ സിറ്റ് ഔട്ട് ഭാഗം നല്ല വീതി കൂടിയ സിറ്റ് ഔട്ടാണ്. ഫുള്ളി ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ഡീസൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഈ ഫ്രണ്ടേജ് ഈ മേൽഭാഗം വന്നിട്ട് ഫുള്ളി ഷീറ്റ് വന്നിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ 2-3 വണ്ടികൾ ഫ്രണ്ടേജ് നിർത്തിയാലും നമുക്ക് മഴ കൊള്ളാത്ത രീതിക്ക് നിർത്താൻ കഴിയും. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. നല്ല തേക്ക് മരത്തിൽ പണിത് ഡീസൻ്റ് ആയിട്ടുള്ള ഡോറാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഹാള്. നല്ല വീതി കൂടിയ നല്ലൊരു ഹാളാണ് ഈ ഹാള്. ഈ സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. TV പോയിന്റ് ഇപ്പുറത്താണ് വരുന്നത്. ഇവിടെ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് പൂജാമുറി ഉള്ളത്. അതേപോലെ ഈ ഫ്രണ്ടേജ് ഹാള് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഡൈനിങ് റൂമാണ്. നല്ല വീതി കൂടിയ ഒരു ഡൈനിങ് റൂമാണ്. ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട് മൊത്തം 3 ബെഡ്റൂം ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മേലെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് ഉള്ളത്. സോ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂമും ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂം. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഇപ്പുറത്തുള്ള ബെഡ്റൂമിനെ കാണാം. അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഇവിടെയും മുകളിൽ സാധനം വയ്ക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം കാര്യങ്ങൾ ധാരാളം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണുള്ളത്. ഈ ഭാഗത്താണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതാണ് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. എല്ലാവിടെയും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡ്സൊക്കെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇതിൽ അറ്റാച്ച് ബാത്റൂമിന് പകരം വന്നിട്ട് ഈ വഴിക്കൂടെ ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം വെച്ചിട്ടുള്ളത്. കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന രീതിക്കാണ് ഈ ബാത്റൂം ഉള്ളത്.
ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം പറയുമ്പോൾ ബോർവെള്ളം ഉണ്ട്, അതുമില്ലാതെ പോത്തുണ്ടി ഡാമത്തെ വാട്ടറും ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഡൈനിങ് റൂം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗമാണ്. നല്ല രീതിക്കുള്ള കിച്ചൺ ഏരിയയാണ് ഇത്. എല്ലാ ഭാഗത്തും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫും കാര്യങ്ങളില്ലതും എല്ലാ ഭാഗത്തും ധാരാളം വെച്ചിട്ടുണ്ട്. ഈ ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊരു വർക്ക് ഏരിയ വേണം. ഇവിടെ നിന്ന് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്ന പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പുകയില്ലാത്ത അടുപ്പ് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് പോകാനുള്ള ഒരു എൻട്രൻസും കൂടിയുണ്ട്. ഈ വഴി കൂടെ വരുമ്പോൾ നമുക്ക് ഞാൻ മുമ്പിൽ കണ്ട ഈ വണ്ടിയൊക്കെ നിർത്താൻ പറ്റിയ രീതിക്കുള്ള സ്ഥലം ഇവിടെ കാണാൻ സാധിക്കും. തുണിയൊക്കെ അടക്കാൻ പറ്റിയ രീതിക്കുള്ള കല്ല് കറിയിലെല്ലതും ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡായിട്ട് ഇത്രയും സ്ഥലമുണ്ട്. നമുക്ക് ഒരു 3 തെങ്ങുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മേലത്തെ റൂമിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. അതായത് നമ്മുടെ ഹാള് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് മേലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ടൈലും കാര്യങ്ങളും എല്ലതും നല്ല ഒരു ഡിസൈനായിട്ടാണ് ഉള്ളത്. ഇവിടെ മേലെ വന്ന വഴിക്ക് ഇത്രയ്ക്കും ഇവിടെ വന്നിട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ബെഡ്റൂം ഈ ഭാഗമുണ്ട്. ഈ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്പൺ പ്ലേസും കൂടി ഉണ്ട്. ഈ ബെഡ്റൂം കണ്ടിട്ട് അപ്പുറത്ത് കാണാം. ഇതാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ കബോർഡ് കാര്യങ്ങളെല്ലതും ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. വീട്ടിൻ്റെ ഡോറുള്ളതും നല്ല ഡിസൈനാണ് കൊടുത്തുള്ളത്. ഈ ഭാഗം ഇത്രയ്ക്കും സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ഈ ഉമ്മാർത്ത് പോണ വണ്ടികളിനെയൊക്കെ നോക്കിയിരിക്കാൻ നല്ലപോലെ ഉണ്ടാകും. എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്തൊക്കെ പാടങ്ങളും കൃഷികളും ഒക്കെ ഉള്ളത് കൊണ്ട് ഗ്രാമീയ ഭംഗി നന്നായിട്ടുണ്ടാകും ഈ ഏരിയയിൽ. അതേപോലെ ഈ ഭാഗം കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ പുറകുവശമായിട്ട് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയ ഓപ്പൺ സ്പേസ് ഇവിടെയുണ്ട്. ഇത്രയും വലിയ രീതിക്കുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നമ്മുടെ സ്ഥലവും കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരുപാട് പാടങ്ങളുണ്ട്, അതും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് തന്നെ നമുക്ക് തുണിയൊക്കെ അളക്കിയിട്ട് ഉണക്കാടാൻ പറ്റിയ രീതിക്കുള്ള കമ്പി കെട്ടാനുള്ള സോഴ്സൊക്കെ ഇവിടെ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. മൊത്തം ഒരു 5 വർഷം പഴക്കമുള്ള വീടാണ്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ് ഞാൻ വന്ന് കണ്ട വീട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ഒന്നുകൂടി പറയാം. ഇത് വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ നെന്മാറ ഭാഗത്താണ്. നെന്മാറ അവിട്ടീസ് ഹോസ്പിറ്റലിൽ നിന്ന് ആകപ്പാട് ഒരു 250 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിട്ടീസ് ഹോസ്പിറ്റലിൽ നിന്ന്
നമുക്ക് വന്നിട്ട് ആളത്തൂർ പോണ വഴി കൂടെ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2450 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മുടെ ഈ വീട്. മൊത്തം വന്നിട്ട് ഒരു 5 വർഷം പഴക്കമുണ്ട്. പുള്ളി ചെങ്കൽ കെട്ടാണ്, വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളം ഉണ്ട്, കൂടാതെ പോത്തുണ്ടി ഡാമിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷനും കൂടി ഇവിടെയുണ്ട്. ഒരു 4 or 5 വണ്ടിക്ക് നിർത്തുന്ന അത്ര നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഹൗസാണ് ഞമ്മന്ന് പരിചയപ്പെട്ട വീട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് എത്രയാണ് നോക്കുന്ന സമയത്ത് 95 lakhs ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയ മാറ്റവും വരുത്താനും തയ്യാറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസിലെ. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ വീട് മേടിക്കുന്ന വ്യക്തികൾക്ക് ലോണോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾ തന്നെ റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.